കേരള പി എസ് സി 2021 മുതൽ 24 വരെയുള്ള ആ ഒരു 3 വർഷത്തിനിടയിൽ ഒട്ടനേകം ഇലക്ട്രിക്കൽ എക്സാംസുകളായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരുപാട് ആളുകൾ യൂട്ടിലൈസ് ചെയ്തു. എൻട്രിയിൽ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സബ് എഞ്ചിനീയേഴ്സായിട്ടും ഇൻസ്പെക്ടറായിട്ടും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ലെക്ചർ ഇൻ പോളിടെക്നിക്കിലും എല്ലാ മേഖലയിലും നമ്മുടെ എൻട്രിയിൽ ഉദ്യോഗാർത്ഥികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ ഒരു സീസൺ, ആ ഒരു 3 വർഷം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഇയർ തന്നെയായിരുന്നു, യാതൊരു സംശയമില്ല. പിന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഇലക്ട്രിക്കലുകാരുടെ നല്ല കാലം കഴിഞ്ഞു, ഇനിയൊരു ഇലക്ട്രിക്കൽ എക്സാംസുകൾ നല്ല രീതിയിൽ വീണ്ടും വരണമെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷമൊക്കെ കഴിയണം എന്നുള്ളത് ശരിയായിരുന്നു. മുൻ വർഷങ്ങളിലൊക്കെ നോക്കുമ്പോൾ അതേപോലെയായിരുന്നു പി എസ് സിയുടെ പല കാര്യങ്ങളും. ഉദാഹരണത്തിന് നോക്കുകയെന്നുണ്ടെങ്കിൽ KSEBയുടെ സബ് എഞ്ചിനീയറും അസിസ്റ്റൻറ്റ് എഞ്ചിനീയറൊക്കെ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നത് 2014 2014 കഴിഞ്ഞിട്ട് പിന്നെ 2022 പിന്നെ നോട്ടിഫിക്കേഷൻ വന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അങ്ങനെ തന്നെ ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പണ്ടത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയൊരു നല്ല എക്സാംസ് വരണമെങ്കിൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും 2030 ശേഷമൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം 2021 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്ന അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിന് മുന്നേ വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതേപോലെ IO എക്സാം, അതേപോലെ തന്നെ ഇലക്ട്രോണിക്സിൽ നോക്കുകയാണെങ്കിൽ ലെക്ചർ ഇൻ പോളിടെക്നിക്, അങ്ങനെ ഒരുപാട് എക്സാംസുകൾ. സിവിൽ നോക്കുകയാണെങ്കിൽ ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ. അതായത് പി എസ് സി എന്ന് പറയുന്നത് അതിവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിന് മുന്നേ തന്നെ പുതിയൊരു എക്സാം വിളിക്കുന്ന ഒരു ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഒരിക്കലും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ അവസരങ്ങൾ ഇനി വരാൻ പോകുന്നത് 2030 35 ഒന്നും അല്ല. നിങ്ങൾക്ക് മുന്നിൽ 2025 26 വരാൻ പോകുന്ന എക്സാംസുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്തൊരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാൻ സാധിക്കും. അതും ഇലക്ട്രിക്കൽ ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്തൊരു 2 വർഷത്തെ ഓപ്പർച്യൂണിറ്റീസ്, ഞാനിത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല BTech, ഡിപ്ലോമ, ITI ഓപ്പർച്യൂണിറ്റീസുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം അവസരങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ട്രിക്കൽ എക്സാംസുകളിലെ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിരുന്നു. എൻട്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മൈൽ സ്റ്റോൺ ആണ്. കാര്യം ഞങ്ങൾ എൻട്രിയിൽ ഇലക്ട്രിക്കലിൽ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കോഴ്സിലാണ്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം വരിയായിട്ട് വരുന്ന എക്സാംസുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം KSEBയുടെ സബ് എഞ്ചിനീയർ വന്നു, ലെക്ചർ ഇൻ പോളിടെക്നിക് വന്നു, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വന്നു, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ വന്നു, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വന്നു. അങ്ങനെ എക്സാംസുകളുടെ എന്താ പറയുക, ഒരു സീരീസ് ഓഫ് എക്സാംസുകളായിരുന്നു പി എസ് സി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യത്തെ ആൾ വന്നു കഴിഞ്ഞു, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. അതൊരു ട്രെൻഡ് ആണെങ്കിൽ, അതേ പാത മറ്റുള്ള എക്സാംസുകൾ പിന്തുടരുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു സീസണാണ് ഇനി അടുത്ത 2 വർഷം വരാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ്, ഒരു ITI ലെവൽ പോസ്റ്റാണ് ഓൾറെഡി വന്ന്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ വേരിയസ് ഇലക്ട്രീഷ്യൻ എക്സാംസ്, അത് ഞാൻ ഇന്ന എക്സാംസ് എന്നൊന്നും പറയുന്നില്ല, അതിൽ കുറേ അധികം എക്സാംസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ എക്സാംസുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അതേപോലെ തന്നെ RRBയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, അത് പിന്നെ ഒരു ടെക്നിക്കൽ എക്സാം എന്നുള്ള രീതിയിലല്ല, തീർച്ചയായിട്ടും അതിൽ ടെക്നിക്കൽ പോർഷൻ എന്ന് പറയുന്നത് ക്വാളിഫയിങ് നാച്ചർ മാത്രമാണുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ, ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഉടനെ തന്നെ വരാൻ പോകുന്ന എക്സാം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ബ്ലൂ കളറിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ആക്റ്റീവായിട്ടുള്ള എക്സാംസുകളാണ്. അതായത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന, ഒരു വർഷത്തിന് മുന്നേ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാംസുകളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള 8 എക്സാംസുകളും. ഇതെല്ലാം ഒരു വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന എക്സാംസുകളാണ്. ഒരുപാട് വേക്കൻസിയുള്ള എക്സാംസുകളാണ് ഇതിൽ പലതും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, ഇതെല്ലാം നല്ല വേക്കൻസി ഉള്ള പോസ്റ്റുകളാണ്. ALP ആയിക്കോട്ടെ, നല്ല വേക്കൻസികളുണ്ട്. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള പോസ്റ്റുകൾ തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ 8 എക്സാംസുകൾ ഓൾറെഡി നിങ്ങൾക്കുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുള്ള സംശയമാണ്, നമ്മുടെ ഈ സീരീസിലെ, അതായത് ഇലക്ട്രിക്കൽ എക്സാംസിൻ്റെ സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ചില എക്സാംസുകൾ, KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, KSEBയുടെ സബ് എഞ്ചിനീയർ, ലെക്ചർ ഇൻ പോളിടെക്നിക്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഇവർ 4 പേരും എപ്പോൾ വരും എന്നുള്ള ഒരു ചോദ്യം നിർബന്ധമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത് KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിനെ കുറിച്ച് തന്നെയാണ്.
KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിലെ മെജോറിറ്റി ആളുകൾക്കും ഇതിനോടകം തന്നെ ജോലി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റ് ഫുള്ളായി കഴിഞ്ഞാൽ, ഇതിന് മുന്നേ ആരോന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു KSEBയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മെയിൻ ലിസ്റ്റ് ഫുള്ളായി കഴിഞ്ഞാൽ സപ്ലിമെൻ്ററിയുള്ള ആൾക്കാർ എടുക്കുമല്ലോ, അല്ലാണ്ട് വേറെ എക്സാം ഒന്നും നടത്തില്ലല്ലോ എന്നായിരുന്നു വീഡിയോയുടെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു PSC റാങ്ക് ലിസ്റ്റിൽ അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ അവസാനത്തെ ആൾക്കും ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവും. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. മെയിൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന ദിവസം ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവും. അത് PSCയുടെ റൂളാണ്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ KSEB സബ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഈ ഇൻസ്പെക്ടർ എക്സാം വന്ന പോലെ, ഇൻസ്പെക്ടർ എക്സാം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തില്ല, അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇൻസ്പെക്ടർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ PSCയുടെ ഭാഗത്തു നിന്ന് വന്നത്. അതേ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സർപ്രൈസിംഗ് ആയിട്ട് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ KSEB സബ് എഞ്ചിനീയർ എന്തായാലും 2026 വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം റാങ്ക് ലിസ്റ്റ് 2 വർഷം ആകുമ്പോഴാണ്. 3 വർഷത്തിന് മുന്നേ റാങ്ക് ലിസ്റ്റ് വരാനുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും KSEB സബ് എഞ്ചിനീയർ അടുത്ത വർഷം ഉറപ്പാണ്. ഈ കാര്യത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യത്തിൽ വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു മൂവ് PSCയുടെ ഭാഗത്ത് നിന്ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ലെക്ചർ ഇൻ പോളിടെക്നിക് ഈ വർഷം വരാൻ സാധ്യതയില്ല, 2026 2027 സ്റ്റാർട്ടിങ്ങിലോ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും 2026 ലാസ്റ്റിലോ 2027 വരാനാണ് സാധ്യതയുള്ളത്. അതായത് നിങ്ങൾക്ക് മുന്നിൽ ചുരുങ്ങിയത് 8 എക്സാംസ് എന്തായാലും ഉണ്ട്. അത് കൂടാണ്ട് സർപ്രൈസ് ആയിട്ട് ഈ എക്സാംസുകളും വരാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മറ്റുള്ളവർ കേട്ട് അവസരങ്ങളില്ല, നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എക്സാംസുകൾ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും മികച്ച റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 120-ലധികം ഉദ്യോഗാർത്ഥികളെ KSEBയുടെ സബ് എഞ്ചിനീയേഴ്സ് ആക്കി മാറ്റിയിട്ടുള്ള അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിലെ ടോപ്പ് 10 റാങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ വന്നിട്ടുള്ള, അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റിലെ ടോപ്പ് 10-ൽ 5 റാങ്കുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എൻട്രിയുടെ ഏറ്റവും മികച്ച ഇലക്ട്രിക്കൽ കോഴ്സുകൾ തന്നെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. എൻട്രിയുടെ ഇലക്ട്രിക്കൽ ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ, അതേപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ടെക്നീഷ്യൻ ബാച്ച് ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ ബാച്ച് ഉണ്ട്, ISRO ബാച്ച് ഉണ്ട്, എല്ലാത്തിലും നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ എല്ലാ എക്സാംസുകൾക്കും വേണ്ടി ഒരുമിച്ച് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബാച്ചസിലേക്കുള്ള ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇൻസ്പെക്ടർ ബാച്ചിലാണെങ്കിൽ RRB ബാച്ചിലാണെങ്കിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും എൻട്രിയോടൊപ്പം പഠിക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ ലൈഫ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വർഷം നിങ്ങളുടേതാവട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.